ഭാര്യ മാതാവിനെയും ഭാര്യ സഹോദരിയെയും അതിക്രൂരമായി ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ തിരുവനന്തപുരം കാക്കാമൂല SR ഭവനിൽ രാജി കർണാടകയിലെ അരസ്കരേർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആലുവ പോലീസിന്റെ പിടിയിലായി. ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ സാഹസികമായി പിന്തുടർന്ന് പോലീസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ ജൂലൈ 16-നാണ് നാടിനെ നടുക്കിയ ഈ സംഭവം അരങ്ങേറിയത്. ആലുവ പൈപ്പ് ലൈൻ റോഡിലെ കല്ലുവെട്ടുപറമ്പിൽ ഖദീജ ഷൗക്കത്ത് അലി, അവരുടെ ഇളയ മകൾ ഫാത്തിമ എന്നിവരെയാണ് രാജീവ് ആക്രമിച്ചത്. വീടിന്റെ ഓടിളക്കി അകത്ത് കടന്ന പ്രതി ചുറ്റിക ഉപയോഗിച്ച് ഇരുവരെയും അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഖദീജയും ഫാത്തിമയും ഇപ്പോൾ ചികിത്സയിലും വിശ്രമത്തിലുമാണ്. 1.5 വർഷം മുമ്പാണ് രാജീവ് ഖദീജയുടെ രണ്ടാമത്തെ മകൾ റാബിയെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും വിവാഹം കഴിക്കുകയും ചെയ്തത്. എന്നാൽ വിവാഹശേഷം രാജീവ് മദ്യലഹരിയിൽ റാബിയെ നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങി. മർദ്ദനം സഹിക്കാൻ വയ്യാതെ റാബിയ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയും വിവാഹമോചനം നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിന് കാരണം ഭാര്യ വീട്ടുകാരാണെന്ന് വിശ്വസിച്ച് വൈരാഗ്യം തീർക്കാനാണ് രാജീവ് ഈ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് ശേഷം രാജീവ് ബംഗളൂരിലേക്കുള്ള ട്രെയിനിൽ കയറി പല സ്ഥലങ്ങളിലായി ഒളിവിൽ താമസിച്ചു. ഒളിവിൽ കഴിയുന്നിടത്ത് ഇയാൾ ഭാര്യ റാബിയെ വിളിച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ആലുവ പോലീസ് നടത്തിയ ഊർജിത അന്വേഷണത്തിൽ മൈസൂരിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള അരിസ്കര റെയിൽവേ സ്റ്റേഷനിൽ രാജീവ് ഉണ്ടെന്ന് വ്യക്തമായി. തുടർന്ന് ആലുവ ഇൻസ്പെക്ടർ VM കോശിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ക്വാഡ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. അന്വേഷണ സംഘത്തിൽ സുജോ ജോർജ് ആന്റണി, ASI അബ്ദുൾ ജലീൽ, CP ഒമാര മാഹിൻ ഷാ, അബൂബക്കർ, മുഹമ്മദ് അമീർ, മുഹമ്മദ് ഷാഹിർ എന്നിവർ ഉണ്ടായിരുന്നു. ഈ സംഭവം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനങ്ങളുടെയും സൈബർ ബന്ധങ്ങളുടെയും ദൂഷ്യവശങ്ങളേക്കാണ് വിരൽ ചൂണ്ടുന്നത്.